ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആപ്പിളിൻ്റെ ഇവൻ്റായ WWDC നടന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നാണ് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും അങ്ങനത്തെ കുറച്ച് 2-3 പ്രൊഡക്റ്റുകളുടെ ഷോക്കേസിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത മാക്ബുക്ക് എയറിനെ കുറിച്ചായിരുന്നു. ഒരു 15 ഇഞ്ച് മാക്ബുക്ക് എയർ ആണ് ഒരു ഫസ്റ്റിനെ ഷോക്കേസ് ചെയ്തത്. ഇതിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെറ്റിന ഡിസ്പ്ലേ 15 ഇഞ്ചിൻ്റെ തന്നെ M2 ചിപ്പ് തന്നെ ഏകദേശം ഒരു 18 മണിക്കൂർ ബാറ്ററി ലൈഫും 8GB തൊട്ട് 24 GB വരെയുള്ള റാം സൈസും 256 SSD തൊട്ട് 2TB വരെയുള്ള SSD ഉള്ള ഒരു മോഡലൊക്കെയാണ്. ഇതിൽ 6 സ്പീക്കറും 2 വൂഫറൊക്കെ ഉള്ള ഈ ഒരു ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1,35,000 തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ആപ്പിളിൻ്റെ ഇങ്ങനത്തെ ഉള്ള പ്രൊഡക്റ്റുകളുടെയൊക്കെ പ്രൈസിങ് ഒക്കെ. പിന്നെ അടുത്ത ഇത് മാക് സ്റ്റുഡിയോ ആണ്. മാക് സ്റ്റുഡിയോയും മാക്രോയും ഒക്കെ. ഇതിൽ മാക് സ്റ്റുഡിയോ വന്നത് M2യുടെ ചിപ്പ് തന്നെ അൾട്ര എന്ന് പറഞ്ഞ മോഡലും പിന്നെ മാക്സ് എന്ന് പറഞ്ഞ 2 ഇതാണ്. ഇതിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 M2 ചിപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് എങ്ങനെയാണ്. ഇതിൽ വന്ന സ്റ്റുഡിയോയ്ക്ക് ഏകദേശം 2,10,000 റേഞ്ചിലും പ്രോ എന്ന് പറഞ്ഞ മാക് പ്രോ എന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു 7,00,000 ഒരു റേഞ്ചിലൊക്കെയാണ് തന്നെ. പിന്നെ ഇതിൽ പോർട്ടുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 6 തണ്ടർബോൾട്ടിൻ്റെ പോർട്ടും ഒരു 4 USB പോർട്ടും HDMI പോർട്ട് 3.5mm പോർട്ട് RJ പോർട്ട് SD കാർഡ് സ്ലോട്ട് അങ്ങനെ സ്ലോട്ടുകളൊന്നും കുറവൊന്നുമില്ല. നന്നായിട്ട് അത്യാവശ്യം നല്ല സ്ലോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ഇതാണ്. പിന്നെ M2 മാക്സിൽ ഒരു 12 കോറ് CPU ഒരു 38 കോറ് GPU ആണ് തന്നെ. M2 അൾട്രയിൽ തന്നെ 24 കോറ് CPU 76 കോറ് GPU ആണ് ഇതിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നതാണ് എല്ലാവിധ സോഫ്റ്റ്വെയറുകളുടെ അപ്ഡേറ്റിനെ കുറിച്ചുള്ളത് പറഞ്ഞത്. എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് വെർഷൻ സോഫ്റ്റ്വെയർ ഏതാണ് iOS 17, iPadOS, macOS, tvOS, watchOS 10 അങ്ങനെ എല്ലാ ഡിവൈസിനും വന്ന OSകളുടെ അടുത്ത വെർഷനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ. ഇത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് മേജറായിട്ട് നമ്മൾ കണ്ട ഇതിനെക്കുറിച്ച് വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയാനൊന്നും ഇല്ലെങ്കിലും ഉള്ള അപ്ഡേറ്റുകൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ മാത്രമാണ് കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊന്ന് 9 to 10 ഒക്കെ വന്നൊരു മേജർ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അതുപോലെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാൻ പാകത്തിന് ഒന്നും എനിക്ക് കണ്ടതായിട്ട് തോന്നിയില്ല. അതിൽ ഇവർ iOS 17ൻ്റെ അപ്ഡേറ്റ് എനിക്ക് നോക്കിയിട്ട് ഇതിൽ മേജർ അപ്ഡേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല. കാരണം ഉള്ള തന്നെ OSനെ അവർ കുറച്ചുകൂടെ ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാതിൽ പ്രത്യേകിച്ച് അതൊന്നുമില്ല. ബാക്കിയെല്ലാം ഫാൻസി അങ്ങനത്തെ സാധനം കോണ്ടാക്ട് കാർഡ് ആഡ് ചെയ്തു കോളിങ്ങിൽ, പിന്നെ എയർ ഡ്രോപ്പിന് പറയുന്നത് എയർ ഡ്രോപ്പിനാക്കി, വോയിസ് മെയിൽ അയക്കാനുള്ളത്, ഫേസ് ടൈമിൻ്റെ വീഡിയോ കോളിങ് റെക്കോർഡ് ചെയ്ത് അയക്കാവുന്ന, പിന്നെ നമ്മളെന്തെങ്കിലും വോയിസ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്യുന്ന പരിപാടി. അങ്ങനെ കുറച്ച് ഓൾറെഡി ഉള്ള OSനെ കുറച്ചൊരു ഇതാക്കിയിട്ടുണ്ടെന്ന് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിൽ വരുമ്പോൾ തന്നെ നോക്കിക്കോ നല്ല ബഗ്ഗുകൾ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ശരിയാക്കണം. അങ്ങനെ ശരിയാക്കി വരുമ്പോഴത്തേക്കും അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും. അപ്പോൾ പിന്നെ iOS 17 iOS 18 ആവും. പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യണ 10s Max തൊട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പഴയ ഡിവൈസിലൊന്നും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് iPadOSലും പ്രത്യേകിച്ച് ഇങ്ങനെ വിഡ്ജറ്റ് ലൈവ് ആപ്ലിക്കേഷന്, ലൈവ് വാൾപേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വന്നത്. അല്ലാതെ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേജർ ചേഞ്ചസ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും കാണാനും കൂടി ഇല്ല. iOSൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇവർ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അത് ഫോണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വന്നതാണ്. അത് ഒരു സ്റ്റാൻഡിൻ്റെ പുറത്ത് വയ്ക്കുന്നത്. ഇതൊരു വലിയ ഫീച്ചറാണോ? നോർമലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും AMOLED ഡിസ്പ്ലേ ഒക്കെ വന്ന ഫോണുകളിൽ ഉള്ള ഒരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇത് വലിയ ഫീച്ചറായിട്ടാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് iPadOSൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നത് വിഡ്ജറ്റുകൾ ആഡ് ചെയ്തു, വാൾപേപ്പർ പുതിയത് ആഡ് ചെയ്തു, വെതർ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു, കുറച്ച് അങ്ങനത്തെ അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഹെൽത്ത് ആപ്ലിക്കേഷൻ്റെ കാണാൻ ഇതാക്കി, PDF എഡിറ്റിംഗ് വന്നിട്ടുണ്ട്, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ളത്. അങ്ങനെ ഉള്ള സോഫ്റ്റ്വെയറിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അടുത്തത് വന്നാണ് macOS. പ്രത്യേകിച്ച് പറഞ്ഞതാണ് സ്ക്രീൻ സേവർ, വാൾപേപ്പർ വന്ന
പിന്നെ എവിടെയാണ് അതിൻ്റെ ന്യൂസ് ആപ്ലിക്കേഷനിൽ പിന്നെ അപ്ഡേറ്റുകൾ, അതിൻ്റെ ഫീച്ചറുകൾ, അങ്ങനെ അല്ലാതെ ഇതിൻ്റെയും OSലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇൻഡെപ്ത് ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇത് മനസ്സിലാവുള്ളത്. ഇത് ഇത്ര ചേഞ്ചസ് ഉണ്ട്. പിന്നെ എല്ലാത്തിലും വന്നതാണ് ഒരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്ത് 1.7% പഴയതിനേക്കാളും കുറച്ചുകൂടെ പെർഫോമൻസ് ഇതാക്കി. പക്ഷേ ഇത് ഫസ്റ്റിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതലും ബഗ്ഗുകളെ കൊണ്ടുള്ള ഇഷ്യൂസൊക്കെ ആയിരിക്കും. ഇത് സോർട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ബഗ്ഗുകൾ വേറെ ഏതെങ്കിലും വന്ന് അങ്ങനെ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ നമ്മൾ പോയി താമസിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ TV ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സ്കാൻ ചെയ്ത് ഇത് ചെയ്യാവുന്ന, നമ്മുടെ മിററിങ് ചെയ്യാവുന്ന ടൈപ്പ് ഇതൊക്കെ കുറച്ച് ഇത് അപ്ഡേറ്റ് ചെയ്തു tvOSലും അങ്ങനെ ഇതിലുള്ളതൊക്കെ. പിന്നെ macOSൻ്റെ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സും, അതല്ലാതെ കൂടുതലായിട്ടൊരു പ്രത്യേകിച്ചൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് കിട്ടുമ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വാൾപേപ്പറൊക്കെ ഇത് ചെയ്യും, പുതിയത് വരും, കുറച്ച് കാണാനും കുറച്ച് ബൂട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ സ്ക്വയർ ഷേപ്പിലിരുന്ന ഐക്കണൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും കൂടുതലായിട്ടൊക്കെ കാണാൻ പറ്റുന്നത് നമുക്കുള്ളത്. പിന്നെയാണ് tvOS കുറച്ച് അപ്ഡേറ്റ് ചെയ്തെന്ന് പറയുന്നത്. tvOSൽ പ്രത്യേകിച്ച് പറയാനൊന്നും അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ കണക്ട് ചെയ്യാനുള്ളത് കുറച്ചുകൂടെ എൻഹാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ മ്യൂസിക് ആപ്ലിക്കേഷൻ്റെ ഇതിൽ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ അപ്ഡേറ്റുകളാണ് കൂടുതലും ഇതിൽ വന്നേക്കണം ഈ പ്രാവശ്യത്തെ ഇതിൽ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ TVയിലെ OSൊക്കെ ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമായിട്ടുണ്ട്. പിന്നെ വന്നതാണ് WatchOS 10. WatchOS 10 വരുന്നതോടെ ഇത് ഇപ്പോൾ 10s മുതലുള്ള ഡിവൈസുകളൊക്കെ ആണ് ഇനി അടുത്ത WatchOS ഈ 10 തന്നെ സപ്പോർട്ട് ചെയ്യുക. അതിലേക്ക് താഴത്തേക്കുള്ളതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. വാച്ച് 4 തൊട്ട് എല്ലാത്തിലേക്കും അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിന് താഴത്തുള്ളതിനൊന്നും കിട്ടാൻ പോകുന്നില്ല WatchOS. പിന്നെ മെയിനായിട്ട് വന്നതാണ് ഇവരുടെ വിഷൻ പ്രോ എന്ന് പറഞ്ഞ VR ഹെഡ്സെറ്റ്. ഈ ഒരു ഇവൻറ്റിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സാധനം ഈ സാധനം. പക്ഷേ ഇതിൻ്റെ വില കേട്ടപ്പോൾ തന്നെ എല്ലാവരും കിളി പോയിട്ടുണ്ടാവും. $3500 ഏകദേശം. അപ്പോൾ വില മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ ഒരു പ്രൈസിൽ വന്നതാണ് ഒരു VR ഹെഡ്സെറ്റ് ഇവരുടെ. ഇതിൽ വന്നതൊരു M2 ചിപ്സെറ്റാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു വിഷൻ OS എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. പിന്നെ R1 ചിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ, സെൻസർ, മൈക്രോഫോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ്. നോർമലി ഇതിപ്പോൾ നോക്കിക്കഴിയുമ്പോൾ ഒരു വിഷൻ കണ്ടു കഴിഞ്ഞാൽ 3D പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പിളിൻ്റെ പ്രോഡക്റ്റാണ്, കുറച്ച് അതിൻ്റെ പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട് കാണുമ്പോൾ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മിക്കൊരു ഇതായിരിക്കും ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ആ കണ്ണ് കാണാൻ പറ്റുന്ന ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സാധനം വെച്ചിട്ട് വീഡിയോ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും വെച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റുന്നില്ല. വീടിൻ്റെ അകത്തൊക്കെ ഇരുന്ന് അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് റേഞ്ച് നമ്മൾ കാശ് കൊടുത്തിട്ട് ഒരു VR ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ വെർച്വൽ റിയാലിറ്റി കണ്ടുകൊണ്ടിരിക്കുന്നുള്ള ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇതിനുള്ളത് ഒരു 2 മണിക്കൂറിൻ്റെ ചാർജിങ് ടൈമാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലയെന്നാണ്. ഏകദേശം അപ്പോൾ 3 ലക്ഷം രൂപ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക, കാരണം നിസ്സാര പ്രൈസൊന്നുമല്ല. ഈ കൊല്ലത്ത് ആപ്പിൾ WWDC ഇവൻറ്റിൽ മേജർ അപ്ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെങ്കിൽ ടേക്ക് കെയർ, ബൈ.